Hey guys, welcome back to our channel. So welcome back to another movie review guys. അപ്പോൾ റീസെന്റ് OTT ആയിട്ടുള്ള കിസ് എന്ന് പറയുന്ന മൂവി എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫാന്റസി റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. ഇതിനകത്ത് കാസ്റ്റ് വരുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ കവിൻ, ഡാഡ മൂവിക്കകത്ത് അഭിനയിച്ച കവിനാണ്. പിന്നെ പ്രീതി അസ്രാനി, പുള്ളിക്കാരുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. പിന്നെ RJ വിജയ് ഉണ്ട്, പിന്നെ VTV ഗണേഷ്, പുള്ളിയുടെ കോമഡിയൊക്കെ രസം അതിനകത്ത്. പിന്നെ ദേവയാനി, അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന പടമാണ്. സോ സ്റ്റോറി നറേഷൻ ചെയ്യുന്നത് വിജയ് സേതുപതിയുടെ വോയിസ് ഓവറിലാണ്. സോ പടം ഡയറക്ട് ചെയ്തേക്കുന്നത് സതീഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ്. പുള്ളി തന്നെയാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നതും. സോ ഇതിപ്പം C5-ൽ അവൈലബിൾ ആണ്. അപ്പോൾ പടത്തിനകത്ത് വരുന്ന പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇതിനകത്തുള്ള ഹീറോയ്ക്ക് ഒരു ബുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ബുക്കിനകത്തു നിന്ന് പുള്ളിക്ക് ഒരു സൂപ്പർ പവർ കിട്ടുന്നുണ്ട്. സൂപ്പർ പവർ എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളിയുടെ മുന്നിൽ ആരെങ്കിലും കിസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ കിസ്സിലൂടെ പുള്ളിക്ക് അവരുടെ ഫ്യൂച്ചർ കാണാൻ പറ്റും. തമ്മിൽ തല്ലി പിരിയുവോ, അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും മരിക്കുവോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുവോ, ഇങ്ങനെ ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ പുള്ളിക്ക് മുൻകൂട്ടി തന്നെ കാണാനും അറിയാനൊക്കെ പറ്റും. സോ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഈ ലവ് അങ്ങനെയുള്ള പൊതു കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. പുള്ളിക്കാണെങ്കിൽ ഒരുപാട് ഈ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പുള്ളി ഇതെല്ലാം റിജക്റ്റ് ചെയ്ത് പുള്ളി ഇങ്ങനെ ഒരു സിഗ്മ ലൈഫ് പുള്ളി അതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ബുക്ക് കിട്ടുന്നതും പുള്ളിക്ക് ഈ ഒരു പവർ റിയലൈസ് ചെയ്തതും. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ പവറൊക്കെ കിട്ടി ഇങ്ങനെ പോകുന്ന വഴിക്ക് പുള്ളിയുടെ ലൈഫിലോട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ദെൻ അവർക്കിടയ്ക്ക് ചെറിയ രീതിക്ക് ലവ് സ്റ്റോറികളും കാര്യങ്ങളൊക്കെ വർക്കായി വന്നു കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഇതേപോലെ തന്നെ ഒരു ഫ്യൂച്ചർ അവർക്കിടയിൽ പുള്ളി കാണുന്നുണ്ട്. സോ അത് എന്തായി, അല്ലെങ്കിൽ അത് എന്താകും, അല്ലെങ്കിൽ എങ്ങനെ ആകും എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പടം കണ്ടു നോക്കുക. സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര വലിയ ബ്രഹ്മാണ്ഡ പടങ്ങൾ അല്ലെങ്കിൽ ഈ കിസ് എന്നുള്ള ടൈറ്റിൽ വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനത്തെ കുറെ വൾഗർ സാധനങ്ങൾ അങ്ങനൊന്നും ഇല്ല. ഒരു ഡീസെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. അത് വരുന്ന RJ വിജയ് ആയിക്കോട്ടെ, VTV ഗണേഷ് ആയിക്കോട്ടെ, ഇവരൊക്കെ കോമഡിയും കാര്യങ്ങളും. ഇവർ ആക്ച്വലി അച്ഛനും മോനുമായിട്ടാണ് ഇതിനകത്ത്. അത് നല്ല രസമാണ് ഇവരുടെ കോമഡിയും കാര്യങ്ങളും. ഇവർ മൂന്നുപേരുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ദേവയാനി ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ആക്ച്വലി കവിന്റെ അമ്മയായിട്ടാണ് വരുന്നത്. സോ അങ്ങനെ എല്ലാവരും കൂടെ വന്ന് നൈസ് ഒരു മൂവിയാണ്. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചധികം സിനിമാറ്റിക് സാധനങ്ങൾ, കുറച്ചധികം എന്താ പറയുക, ഈ ഫാന്റസി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അവർ ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. ബട്ട് അതൊന്നൊട്ട് ബോർഡ് അല്ല, ബട്ട് എങ്കിൽ പോലും കണ്ടിരിക്കാം. പിന്നെ അതുപോലെ ഇതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് പിന്നെ പ്രഭു വരുന്നുണ്ട്. ഇങ്ങനെ കുറെ ആൾക്കാർ എല്ലാം കൂടെ അഭിനയിച്ച് നൈസ് ഒരു പടമാണ്. എനിക്ക് പേഴ്സണലി ഈ മൂവി ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, രസമുണ്ട് കണ്ടിരിക്കാൻ. മറ്റേ എന്താ പറയാ, ഈ സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പല തെലുങ്ക് മൂവികളിലോ അല്ലെങ്കിൽ കന്നഡ മൂവികളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റു ഭാഷകളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ചെറിയ പ്ലോട്ടുകളും കാര്യങ്ങളും കണ്ടുകാണും. കാരണം ഈ ബുക്ക് കിട്ടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ പവർ കിട്ടുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ മറ്റു പടങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് എങ്കിൽ പോലും ഇവിടെ അത് നമുക്ക് ആ ഒരു കോപ്പി ഐഡി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ സാധനങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. ബട്ട് എങ്കിൽ പോലും കണ്ടിരിക്കാൻ രസമാണ്. പിന്നെ ഈ ഒരു ഫ്യൂച്ചർ കാണുന്ന ആ ഒരു പവർ നമ്മൾ മറ്റേ അഴകിയ തമിഴ് മകനകത്ത് വിജയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. മറ്റേ എന്താ പറയുക, മുൻകൂട്ടി കുറെ ആപത്തുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇൻസ്പയർഡ് ഒക്കെ ഉണ്ട്. ബട്ട് ഇത് ഒരു വെറൈറ്റി രീതിയിലാണ് ഇവരിത് പ്രസന്റ് ചെയ്തേക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. C5 പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അറിയാമല്ലോ വേറെ എവിടെയൊക്കെ കിട്ടുമെന്ന്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു രസമായിട്ടുള്ള ഒരു പടം, ചുമ്മാ കുറച്ച് ഫാന്റസി ഒക്കെ കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു പടം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. നൈസ് ഒരു പടമാണ്.